കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഹെവി കറക്ഷനിലൂടെ കടന്നുപോയ ഒരു സെക്ടറാണ് FMCG സെക്ടർ. ഡിഫെൻസീവ് സെക്ടറായ FMCG സെക്ടർ വളരെ അപൂർവമായി മാത്രമേ വലിയ കറക്ഷനിലൂടെ കടന്നു പോകാറുള്ളൂ. FMCG സെക്ടറിൽ വന്നിരിക്കുന്ന ഈ കറക്ഷനെ ഒരു ഓപ്പർച്യൂണിറ്റിയായി പരിഗണിക്കുകയാണെങ്കിൽ 15 മുതൽ 20% റിട്ടേൺ കുറഞ്ഞ റിസ്കിൽ നമ്മൾക്ക് നേടാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ സപ്പോർട്ട് ലഭിക്കുന്നതും 15 മുതൽ 20% റിട്ടേൺ തരാൻ ശേഷിയുള്ളതുമായ ചില FMCG സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ദിവസം 7.3% ഇടിഞ്ഞ് 5038 ക്ലോസിംഗ് നൽകി. 1.21 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ വളരെയധികം കറക്റ്റായി കഴിഞ്ഞു. കൂടാതെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് 1.46% ഡിവിഡൻഡ് ഈൽഡും കമ്പനി നൽകുന്നുണ്ട്. FMCG സെക്ടറിലെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 12%-ലേറെയാണ് കറക്റ്റായത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത Q2 റിസൾട്ട് തന്നെയാണ് പ്രോഫിറ്റ് ബുക്കിങ്ങിന് പിന്നിലെ പ്രധാന കാരണം. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 9.4% ഇടിഞ്ഞ് 586 കോടിയിൽ നിന്നും 531 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 5% വർദ്ധിച്ച് 4432 കോടിയിൽ നിന്നും 4667 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു. ഇൻഫ്ലേഷൻ ഉയരുന്നതിനെ തുടർന്ന് കൺസ്യൂമർ ഗുഡ്സിലുണ്ടായിരിക്കുന്ന വീക്കർ ഡിമാൻഡാണ് കമ്പനിയുടെ പെർഫോമൻസ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം. പെർഫോമൻസ് ഇടിയുകയും സ്റ്റോക്കിൻ്റെ വില 5000 രൂപയ്ക്ക് അടുത്തെത്തുകയും ചെയ്തപ്പോൾ പല ബ്രോക്കേജ് ഏജൻസികളും ന്യൂട്രൽ റേറ്റിംഗ് FMCG സെക്ടറിലെ സ്റ്റോക്കിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ ടാർഗറ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹയർ ലെവലിലാണ്. ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇൻഫ്ലേഷൻ കമ്പനിയുടെ റവന്യൂ ഗ്രോത്തിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കൂടാതെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴ്ന്ന ലെവലിലാണ്. ഇത് എബിറ്റ മാർജിനിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്തേക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോൾഡ്മാൻ സാൻസ് ന്യൂട്രൽ എന്ന റേറ്റിംഗും 5350 രൂപയുടെ ടാർഗറ്റുമാണ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിന് നൽകിയിരിക്കുന്നത്. മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പ്രകാരവും സ്റ്റോക്കിൽ ഡൗൺ സൈഡ് റിസ്ക് കൂടുതലാണ്. ഇൻഫ്ലേഷൻ കമ്പനിയുടെ ഡിമാൻഡിനെയും പ്രോഫിറ്റിനെയും പ്രതികൂലമായി ബാധിച്ചതുകൊണ്ട് മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയ്റ്റ് എന്ന റേറ്റിംഗും 5424 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ജപ്പാനീസ് ബ്രോക്കേജായ നൊമൂറയും ന്യൂട്രൽ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത റിസൾട്ട് ആയതുകൊണ്ടാണ് നൊമൂറ ന്യൂട്രൽ റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ഇൻവെസ്റ്റെക് എന്ന ബ്രോക്കേജ് ഫിമും ഹോൾഡ് എന്ന റേറ്റിംഗ് ബ്രിട്ടാനിയയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ബ്രിട്ടാനിയയ്ക്ക് അനലിസ്റ്റ് നൽകിയിരിക്കുന്ന ടാർഗറ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഉയർന്ന ലെവലിലാണ്. അതേസമയം കഴിഞ്ഞ ഒരു വർഷമായി ഇൻഡെക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 586 കോടിയിൽ നിന്നും 532 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. എന്നാൽ Q2 നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് 505 കോടിയിൽ നിന്നും 532 കോടിയിലേക്ക് ഉയരുകയും സെയിൽസ് 4250 കോടിയിൽ നിന്നും 4668 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 8%, പ്രോഫിറ്റ് ഗ്രോത്ത് 5%, ROE 58%-നടുത്ത്. വാല്യൂഷനിൽ വളരെ വലിയ കറക്ഷൻ വന്നതുകൊണ്ട് 15 മുതൽ 20% റിട്ടേൺ ഒരു വർഷത്തിനുള്ളിൽ തരാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കായിട്ട് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിനെ വിലയിരുത്താവുന്നതാണ്. പ്രൊമോട്ടേഴ്സിന് 50% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 18%, DISന് 16%, പബ്ലിക്കിന് 15%-നടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. 5000 വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും 4500-ൻ്റെ സപ്പോർട്ട് സ്റ്റോക്ക് നഷ്ടമായി കഴിഞ്ഞാൽ സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലേക്ക് മാറാനും സാധ്യതയുണ്ട്. രണ്ടാമത്തത് വരുൺ ബിവറേജ് ലിമിറ്റഡ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് മറ്റുള്ള FMCG സെക്ടറിലെ സ്റ്റോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര വലിയ രീതിയിൽ കറക്റ്റായിട്ടില്ല. അതായത് വീക്കർ മാർക്കറ്റിലും സ്ട്രോങ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്കാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ്. മാർക്കറ്റ് കണ്ടീഷൻ ഇംപ്രൂവ് ആകുമ്പോൾ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ഉയരാൻ അല്ലെങ്കിൽ മെച്ചപ്പെടാൻ സാധ്യതയുമുണ്ട്. 52 വീക്ക് ഹൈ 681, സ്റ്റോക്ക് 100 രൂപ ഡിസ്കൗണ്ടിൽ 584 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു. 52 വീക്കിലോ 400. വരുൺ ബിവറേജ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്, വരുൺ ബിവറേജ് ലിമിറ്റഡിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായ കൊക്കക്കോളയുടെ പ്രോഫിറ്റിൽ 42% ഇടിവ് വന്നു എന്നുള്ളതാണ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് പെപ്സിയുടെ പ്രോഡക്റ്റുകൾ ഫ്രാഞ്ചൈസി ചെയ്യുന്ന കമ്പനിയാണ്. പെപ്സിയുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വലിയ എതിരാളിയാണ് കൊക്കക്കോള. കൊക്കക്കോളയുടെ പ്രോഫിറ്റിൽ 42% ഇടിവ് വന്നത് പെപ്സിക്ക് അനുകൂലമായ മാർക്കറ്റ് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഇത് വരുൺ ബിവറേജ് എന്ന കമ്പനിയുടെ പെർഫോമൻസിനെ ഉയർത്തുന്നതിന് പിന്നിലും പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട്.
കൊക്കക്കോള മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ കമ്പനിയല്ല. കൊക്കക്കോളയുടെ പ്രോഫിറ്റ് 420 കോടിയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. റവന്യൂ 4% വർദ്ധിച്ച് 4713 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ വർഷം കൊക്കക്കോള 722 കോടി രൂപയുടെ പ്രോഫിറ്റും 4521 കോടി രൂപയുടെ റവന്യൂവുമാണ് നേടിയത്. 722 നിന്നും പ്രോഫിറ്റ് 420 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ എക്സ്പെൻസ് 30% വർദ്ധിച്ച് 1122 കോടിയിൽ നിന്നും 1520 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ ടാക്സ് എക്സ്പെൻസ് ഇടിഞ്ഞിട്ടും പ്രോഫിറ്റ് ഇടിഞ്ഞത് ഒരു പ്രധാന കൺസേണായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് കൊക്കക്കോളയുടെ ഏറ്റവും വലിയ എതിരാളിയായ പെപ്സിക്ക് ലഭിച്ചേക്കും. ഇത് അൾട്ടിമേറ്റ്ലി വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റുമാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും വരുൺ ബിവറേജ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. സെയിൽസ് 3871 കോടിയിൽ നിന്നും 4805 കോടിയിലേക്ക് ഉയർത്താനും പ്രോഫിറ്റ് 514 കോടിയിൽ നിന്നും 629 കോടിയിലേക്ക് മെച്ചപ്പെടുത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 35%, പ്രോഫിറ്റ് ഗ്രോത്ത് 77%, ROE 30%, പ്രൊമോട്ടേഴ്സിന് 62% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 24%, DISന് 5%, പബ്ലിക്കിന് 8% സ്റ്റേക്ക് ഹോൾഡിംഗ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കും കഴിഞ്ഞ 4 മാസമായി അണ്ടർ പെർഫോം ചെയ്യുകയാണ്. അതേസമയം മറ്റുള്ള FMCG സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന രീതിയിലുള്ള ഹെവി കറക്ഷൻ വരുൺ ബിവറേജ് ലിമിറ്റഡിൽ വന്നിട്ടില്ല. കൂടാതെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 550 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. പല സമയത്തും സ്റ്റോക്ക് 550 എന്ന ലെവലിലെത്തുമ്പോൾ ബോട്ടം ബൈയിങ് ആരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് 550-നടുത്ത് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്